അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നൊരു കഥയാണ് പറയാൻ പോണത് നിങ്ങളോട്. മിക്കവാറും നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ടാവും. ഒരു ഫാദർ തൻ്റെ മകനോട് ഒരു വാച്ച് കൊടുത്തിട്ട് പറയാണ്, ഇത് നിൻ്റെ ഗ്രാൻഡ് ഫാദർ എനിക്ക് തന്നതാണ്, പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാണ്, അടുത്തത് ഞാൻ നിനക്ക് തരാൻ പോകുന്നത് ഏകദേശം 200 വർഷം പഴക്കമുണ്ട്. പക്ഷേ അത് ഞാൻ നിനക്ക് തരുന്നതിന് മുമ്പ് നീ ആദ്യം ഇതിൻ്റെ വാല്യൂ അറിയാൻ വേണ്ടിയിട്ട് ഒരു ജ്വല്ലറി ഷോപ്പിൽ പോയിട്ട് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ മോൻ ജ്വല്ലറി ഷോപ്പിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, അവർ പറഞ്ഞതിന് $150 വാല്യൂ ഉള്ളൂ, ഇത് ഭയങ്കര പഴയതാണ്, ഇത് വിറ്റ് അത്രേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവിടെ അടുത്തൊരു പോൺ ഷോപ്പ് ഉണ്ട്, നമ്മൾ പണയം വെക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് നീ ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇതിന് $10 തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് വീണ്ടും അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പറയാണ്. അങ്ങനെ അച്ഛൻ പറയാണ്, നീ ഇത് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മോനും മ്യൂസിയത്തിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. വന്നിട്ട് അച്ഛനോട് പറയാം, അവർ പറഞ്ഞാൽ അവർ ഇത് $50,000 എടുക്കാം, ഇതിന് അത്ര വാല്യൂ ഉണ്ട്, അവർക്ക് അവർ ആൻറ്റി കളക്ഷനിൽ വെക്കാൻ ഒക്കെ പറ്റും എന്നൊക്കെ. അപ്പം അച്ഛൻ പറഞ്ഞ്, ഞാൻ നിന്നെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യിച്ചത്. അതായത് റൈറ്റ് പ്ലേസ് നിനക്ക് റൈറ്റ് വാല്യൂ തരും. നീ റോങ് പ്ലേസിലാവുമ്പോൾ നീ അണ്ടർ വാല്യൂഡ് ആവും. അതിൻ്റെ പേരിൽ നീ ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി, നിന്റെ വേർത്ത് ഒരാൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചാൽ നിന്റെ വാല്യൂ ഒട്ടും കുറയുന്നില്ല. ഇപ്പോൾ ഈ വാച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പലയിടത്ത് പോയപ്പോൾ പലരും അതിൻ്റെ വാല്യൂ വേറെ വേറെ പറഞ്ഞത്. കാരണം അതിൻ്റെ ഒറിജിനൽ വേർത്ത് എത്രയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. മ്യൂസിയത്തിൽ പോയപ്പോഴാണ് അവരതിൻ്റെ വേർത്ത് മനസ്സിലാക്കിയത്, അല്ലേ? അപ്പോൾ അതുപോലെ നമ്മളെ ലൈഫിലും പലപ്പോഴും ആളുകൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ, നമ്മളെ താഴ്ത്തി പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ സംശയിച്ച് നോക്കും, ഞാൻ ശരിയാവില്ല അല്ലേ, അല്ല ഞാനിങ്ങനെ, നമ്മളിൽ തന്നെ ഒരു സെൽഫ് ഡൗട്ട് വരും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവർക്ക് നമ്മളുടെ വാല്യൂ മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ വാല്യൂ ഒട്ടും ഡിക്രീസ് ചെയ്യുന്നില്ല. നമ്മൾ ഏതോ റോങ് പ്ലേസിലാണ്, അവരോട് പോകാൻ പറ. ജസ്റ്റ് റിമെമ്പർ, യുവർ വാല്യൂ നെവർ ഡിക്രീസസ് just because someone is unable to see your worth.